ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫുഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കപ്പ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ കുറേ കേക്ക്സിൻ്റെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ വിത്തൗട്ട് ഓവൺ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓവണിലുള്ള ഒരു റെസിപ്പി ചെയ്യാമെന്നുള്ള രീതിക്കാണ് ഞാൻ ഈ കപ്പ് കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കും. നമുക്ക് എങ്ങനെയാണ് കപ്പ് കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഈ കപ്പ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാനിപ്പോൾ എല്ലാ സാധനങ്ങളും ഒന്നിച്ച് എന്ത് ചെയ്യാൻ പോകുന്നത്, ബീറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1/2 കപ്പ് ബട്ടറാണ്. അപ്പോൾ ബട്ടർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ റൂം ടെമ്പറേച്ചറിലായിരിക്കണം. റൂം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുന്നതിന് 1-2 മണിക്കൂർ മുന്നേ എന്ത് ചെയ്യുക, ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെക്കുക ബട്ടർ. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അമൂലിൻ്റെ അൺസോൾട്ടഡ് ബട്ടറാണ്. സോൾട്ടഡ് ബട്ടർ എടുക്കരുത് കേട്ടോ. സോൾട്ടഡ് ബട്ടർ കൊണ്ട് കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുമാതിരി എന്തോ ഒരു തരിതരിപ്പുള്ള പോലെ തോന്നും. അപ്പോൾ അൺസോൾട്ടഡ് ബട്ടറാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെന്ത് ചെയ്യണം, ആദ്യം 1/2 കപ്പ് കേട്ടോ. എന്ന് വെച്ചാൽ 1/2 കപ്പ് എന്ന് പറയുമ്പോൾ 113 ഗ്രാം ഒക്കെ വരും, 112.5. അതാണ് ഏകദേശമുള്ള ഒരു മെഷർമെൻറ്റ് നിങ്ങൾക്ക് ഗ്രാംസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ബീറ്റർ വെച്ചിട്ട് തന്നെ. ഞാനിപ്പോൾ ഇവിടെ 2/3 കപ്പാണ് എന്ത് ചെയ്യുന്നത്, ഷുഗർ എടുത്തിട്ടുള്ളത്. ഈ ഷുഗർ പഞ്ചസാരയും അപ്പോൾ ഈ പഞ്ചസാരയും കൂട്ടിയിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് നമുക്ക് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കണം, അതായത് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്നിൽ തന്നെ കേട്ടോ ഞാൻ ചെയ്യുന്ന, ഹൈ സ്പീഡിലല്ല ചെയ്യുന്നത്. ഇതേപോലെ കുറച്ച് കുറച്ച് പഞ്ചസാര ആയതിൽ മൊത്തത്തിൽ ആഡ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയല്ല എടുത്തിട്ടുള്ളത്, എന്താ പറയുക, നോർമലായിട്ടുള്ള പഞ്ചസാര തന്നെയാണ്. വേണമെങ്കിൽ പൊടിച്ചത് ആഡ് ചെയ്യാം. അപ്പോൾ ഈ ബട്ടറും പഞ്ചസാരയും കൂടി നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല എന്താ പറയുക, ഒരു ഫ്ലഫി ആയിട്ടുള്ള ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ എന്ത് ചെയ്യുന്നുണ്ട്, വനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മുട്ട ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് 1 മുട്ട മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓരോ മുട്ടയായിട്ട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ആദ്യം 1 മുട്ട ആഡ് ചെയ്യുക, പിന്നെ ബാക്കി ഒന്നും കൂടി ആഡ് ചെയ്ത് അങ്ങനെ ജസ്റ്റ് എന്താ പറയുക, സ്റ്റെപ്പായിട്ട് എന്ത് ചെയ്യുക, ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് മൈദ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദയാണ്. പക്ഷേ ഇതിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ 1.5 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ 1 പിഞ്ച് സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൊത്തത്തിലാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, അരച്ചെടുക്കാൻ പോകുന്നത്. ഇതെന്ത് ചെയ്താൽ മതി, കൈ കൊണ്ട് ഇങ്ങനെ ഇതേപോലെ സൈഡിൽ നിന്ന് തട്ടി കൊടുത്താൽ മതി. കൈ വെച്ചിട്ട് ഇത് അരിപ്പ നമ്മളെ കയ്യിൽ ഇങ്ങനെ തട്ടി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എന്ത് കിട്ടും, അരിഞ്ഞു കിട്ടും. അപ്പം ഞാൻ 2 പ്രാവശ്യം ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. 3-4 ബാച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി, ഒറ്റയടിക്ക് ആഡ് ചെയ്യരുത്. അതേപോലെ തന്നെ ഞാൻ ഇവിടെ 1/4 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതൊന്നും കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, 1/4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതൊന്നും ഞാൻ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ പാൽ എന്തിനാ വെച്ചാൽ നമ്മൾ കൺസിസ്റ്റൻസി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അധികവും ആഡ് ചെയ്യുക. പാല് ടേസ്റ്റും കിട്ടും, അത് മാത്രമല്ല. അപ്പോൾ നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യാം, പാലിൻ്റെ എമൗണ്ട് കുറച്ച് കൂട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി കേട്ടോ. മൈദ ഇട്ട ശേഷം കുറേ നേരം അടിക്കരുത്. കണ്ടില്ലേ, ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുന്നതേ ഉള്ളൂ. കുറേ നേരം ബീറ്റ് ചെയ്യരുത്, ഹാർഡാക്കും നമ്മളെ കേക്കിന്. അപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ട് മൈദയും പാലും കൂടി ഇട്ടിട്ട് എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക. നല്ലോണം അല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി.
അപ്പോൾ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് കട്ടിക്കുണ്ടാവും, കേക്കിൻ്റെ പോലെ അങ്ങനെ എന്താ പറയുക നമ്മൾ ലൂസി ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലല്ല ഉള്ളത്, അത് കുഴപ്പമില്ല. ഇനി നമുക്കിത് എന്ത് ചെയ്യണം, നമ്മളെ കപ്പ് കേക്കിൻ്റെ പാനിലേക്ക് മാറ്റിയിട്ട് ഓവനിലാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് ഞാൻ ബീറ്റർ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. കാരണം എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ പിന്നെ ടൈം കഴിഞ്ഞു പോയാൽ പിന്നെ ഇത് ക്ലീൻ ചെയ്യാൻ ഇത് ഉണങ്ങിപ്പോയാൽ പിന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഞാനിത് ഇപ്പം തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓവനിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നുള്ള കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സ്വിച്ച് ഓൺ ആക്കിയപ്പോൾ ഇതേപോലെയാണ് വരിക. അപ്പോൾ ഞാൻ ആദ്യം കൺവെക്ഷൻ മോഡ് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ബേക്ക് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഓവൺ എന്തെങ്കിലും 180 ഡിഗ്രി, ഇപ്പോൾ കണ്ടില്ലേ ഇവിടെ 180 ഡിഗ്രി സെൽഷ്യസ്. ഇതിന് കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ സെയിം ഈ കൺവെക്ഷനിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, പിന്നെ പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് കൂടി വരും. മാക്സിമം കഴിഞ്ഞിട്ട് പിന്നെ എന്താവും, പിന്നെയും കുറഞ്ഞ് 150 ഡിഗ്രി സെൽഷ്യസിലേക്ക് തന്നെ ആവും. അപ്പോൾ ഇപ്പോൾ ഞാൻ കറക്റ്റ് 180 ഡിഗ്രി സെൽഷ്യസിലാണ് ഉള്ളത്. ഇത് അതേപോലെ വെക്കുന്നുണ്ട്. ഇനി ഇതൊരു എന്താ പറയുക കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് എന്താവട്ടെ, പ്രീ ഹീറ്റ് ആവട്ടെ ഓവൺ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കേക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത്. നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ബാറ്റർ തയ്യാറാക്കുമല്ലോ, കപ്പ് കേക്കിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്ന ടൈം ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, ഓവൺ ഓൺ ആക്കി ഇട്ടിട്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് പിന്നെ നമ്മൾ മിക്സ്ചർ തയ്യാറാക്കി വരുമ്പോഴത്തേനും ഓവൺ എന്തായിട്ടുണ്ടാവും, പ്രീ ഹീറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കപ്പ് കേക്ക് വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കപ്പ് കേക്ക് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഇവിടുത്തെ സിലിക്കോണിൻ്റെ കപ്പ് കേക്ക്സ് ആണ്, 6 കപ്പേ ഉള്ളൂ കേട്ടോ. ഇതിൽ കൂടുതലുണ്ടാവും മാവ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നോക്കാം. എനിക്കറിയില്ല, ഇതുവരെ ഞാൻ ഫ്രിഡ്ജ് വെച്ച് നോക്കിയിട്ടില്ല. എന്നിട്ട് നാളെയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങളിവിടെ 3 ആൾക്കാരുണ്ട്, 6 എണ്ണം ധാരാളമാണല്ലോ. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിന് എത്ര റേറ്റ് എന്നുള്ള എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ ലിങ്ക് ആമസോണിൽ നിന്ന് നോക്കിയിട്ട് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ. ഡിസ്പോസിബിൾ അല്ലല്ലോ, നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലേക്കാണ് ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നത്. ഇതേപോലെ ഞാൻ ഒരു കേക്കിൻ്റെ നമ്മൾ എന്താ പറയുക മൗൾഡ് ഉണ്ട്, ഇതിലാണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, ട്രേയിലല്ല. അപ്പോൾ ഇതേപോലെ എന്ത് ചെയ്യണം, നമ്മൾ ഇതിൻ്റെ ഒരു പകുതി ആവുന്നത് വരെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ബാറ്റർ പകുതി ആവുന്നത് വരെ ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൽ നമുക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ കപ്പ് കേക്ക്സ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹാഫ് മാത്രമാണ് കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതേപോലെ സ്പൂണിലൊരു വലിയ സ്കൂപ്പ് എടുത്തിട്ടാണ് എന്ത് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ സ്കൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ സ്പൂൺ യൂസ് ചെയ്തിട്ടുള്ളൂ, സ്കൂപ്പ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു കേക്കിൻ്റെ ട്രേയിലാണ്. ഈ കേക്കിൻ്റെ ട്രേയിൽ ഇതേപോലെ കപ്പ് കേക്ക്സ് വെച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. ഓവൺ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ആദ്യം തന്നെ 180 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഇതൊരു 14 മുതൽ 16 മിനിറ്റ് വരെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇത് വേവിച്ച് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് വേവായി കിട്ടും. അപ്പോൾ ഞാനൊന്ന് ഓവൺ സെറ്റ് ചെയ്യട്ടെ. ഇനി ഇതിൻ്റെ ടൈം നമ്മൾ താഴത്ത് കാണുന്ന 10 മിനിറ്റ്, 1 മിനിറ്റ്, 10 സെക്കൻഡ് ഒന്നും കാണുന്നില്ല. അവിടെ ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടാണ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കപ്പ് കേക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കണ്ടറിയാം, പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ല ഒരു ടൂത്ത് പിക്ക് കുത്തി നോക്കുക, കണ്ടില്ലേ ടൂത്ത് പിക്ക് നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഇതിലൊരെണ്ണം ഞാൻ മൂക്കെടുത്ത് കൊടുത്തുട്ടോ, അതാണ്. ബാക്കിയുള്ളതും ഇതേപോലെ ചെയ്തെടുക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം വേണമെങ്കിൽ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ മാവ് കുറച്ച് കുറവ് പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു 3/4 ഭാഗത്തോളം ഫില്ല് ചെയ്തിട്ടാണ് നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യാന്ന് പറയുക, ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ, അപ്പോൾ അത് ചെക്ക് ചെയ്യുക. ഡെക്കറേറ്റ് ചെയ്യുന്നത് മാത്രമേ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു.